നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യപാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ശാരീരികവും മാനസികവുമായി ഒട്ടനവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാറുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടാറുമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ആശ്വാസത്തിന്റെ തണൽമരം ആവുകയാണ് ചൈൽഡ് ലൈൻ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നതും ബാലാവകാശങ്ങളെക്കുറിച്ചും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ജോബി കൊണ്ടൂർ, ജില്ലാ കോർഡിനേറ്റർ, ചൈൽഡ് ലൈൻ ട്രിവാൻഡ്രം. സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സർ. സർ, നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ബാലാവകാശങ്ങളെക്കുറിച്ചും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, വർത്തമാന കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ശാരീരികമായും മാനസികമായും ഒട്ടനവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഗാർഹികാന്തരീക്ഷത്തിലാകട്ടെ, വിദ്യാലയത്തിലാകട്ടെ, സാമൂഹിക ജീവിതത്തിലാകട്ടെ. നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ നമുക്ക് എത്തരത്തിൽ നിർവചിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സാമൂഹ്യപാഠം ആരംഭിക്കാം എന്ന് തോന്നുന്നു. തീർച്ചയായും ഒരു കുട്ടി എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് കുട്ടിയെ നിർവചിക്കേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം വേണം. പീഡിയാട്രിക് ഏജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 12 വയസ്സായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. പക്ഷേ ഒരു കുട്ടി എന്നതിനെ നമ്മൾ നിർവചിക്കുമ്പോൾ അതിന്റെ ഒരു ബേസിക് ആയിട്ട് 1989 ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശ ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടി പ്രകാരം 0 മുതൽ 18 വയസ്സ് വരെയുള്ളവരാണ് നമുക്ക് കുട്ടി എന്ന് നിർവചിക്കാൻ പറ്റുക. ഒപ്പം തന്നെ ബാലനീതി നിയമത്തിലും പറയുന്നത് 0 മുതൽ 18 വയസ്സ് വരെയുള്ളവരാണ് കുട്ടി എന്ന് നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ അങ്ങ് കുട്ടിയെ എത്തരത്തിൽ നിർവചിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി 0 മുതൽ 18 വയസ്സ് വരെ ഉള്ളവരെയാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അഥവാ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രേഖകൾ ഒന്ന് വിശദമാക്കാമോ സാർ? കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രേഖ എന്ന് പറയുന്നത് 1989 നവംബർ 20 ഒരു കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വന്ന ഈ ഉടമ്പടി 1992 ഡിസംബർ 11 ഇന്ത്യ ഒപ്പുവെച്ചത്. ഈ ഉടമ്പടിയിലാണ് കുട്ടികളുടെ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ 4 തരംതിരിക്കാം. 1989 ഈ കുട്ടികളുടെ അവകാശ ഉടമ്പടിയിലാണ് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാർ, ഇപ്പോൾ അവകാശ ഉടമ്പടിയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. നമ്മൾ രേഖകളെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും പലപ്പോഴും കുട്ടികൾക്കും അറിയില്ല, മുതിർന്നവർക്കും അറിയില്ല എന്തൊക്കെയാണ് കുട്ടികൾക്ക് പ്രധാനമായി കിട്ടുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന അവകാശങ്ങൾ എന്നതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സാർ? കുട്ടികളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തെല്ലാമാണ്? ഈ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അറിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ SCRT അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ എല്ലാം ചേർന്ന് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടെ ഈ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എവിടെ വിളിക്കണം എന്നതിനെ കുറിച്ചുള്ള റൈറ്റപ്പുകൾ ഇപ്പോൾ കുട്ടികളുടെ സാമൂഹ്യ പാഠ പുസ്തകങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ 4 നമുക്ക് കുട്ടികളുടെ അവകാശങ്ങളെ തിരിക്കാം. പ്രധാനമായിട്ട് പറഞ്ഞാൽ അതിജീവനത്തിനുള്ള അവകാശം. അതിനകത്ത് പ്രധാനമായിട്ടും ഒരു കുട്ടിക്ക് ജനിക്കാനുള്ള ജീവനുള്ള അവകാശമുണ്ട്. കുട്ടിക്ക് പോഷകാഹാരത്തിനുള്ള അവകാശമുണ്ട്. ആരോഗ്യത്തിനുള്ള അവകാശമുണ്ട്. ഒപ്പം അവളുടെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാൻ അല്ലെങ്കിൽ രക്ഷകർത്താക്കളോടൊപ്പം ആയിരിക്കാനുള്ള അവകാശമുണ്ട്. അവനൊരു പേരിനും പൗരത്വത്തിനുമുള്ള അവകാശമുണ്ട്. ഇതാണ് അതിജീവനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് സംരക്ഷണത്തിനുള്ള അവകാശമുണ്ട്. സംരക്ഷണം എന്ന് പറയുമ്പോൾ കുട്ടി യാതൊരു വിധത്തിലും വിവേചിക്കപ്പെടാൻ പാടില്ല. ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷ, പ്രദേശം, ലിംഗം എന്നിവയുടെ പേരിലൊന്നും കുട്ടി വിവേചിക്കാനായിട്ട് പാടില്ല. നമുക്കറിയാം, പല സമയത്ത് നമുക്ക് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. കുട്ടിയെ ആൺകുട്ടിക്കാണെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കുക, പെൺകുട്ടിക്ക് കെയർ കൊടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് കെയർ കൊടുക്കുകയും ഇളയ കുട്ടിക്ക് കെയർ കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഒരു വിവേചന എന്ന് പറയുന്ന ഒരു അവകാശത്തിന്റെ വിവേചനത്തിനെതിരെയുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. ഒപ്പം മൂന്നാമതായിട്ട് നമുക്ക് വികാസത്തിനുള്ള അവകാശം അല്ലെങ്കിൽ ഉന്നമനത്തിനുള്ള അവകാശം എന്ന് പറയാം, റൈറ്റ് ടു ഡെവലപ്മെന്റ് എന്ന് പറയാം. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക വിദ്യാഭ്യാസം. 14 വയസ്സ് വരെയുള്ള കുട്ടിക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണം. 14 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന അത്ര പഠിക്കാനുള്ള അവകാശം കൊടുക്കണം. പിന്നീട് വിനോദം, കുട്ടിക്ക് ആവശ്യമായ റിക്രിയേഷൻ കിട്ടുക ഏതൊരു സമയത്തായാലും. കളിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് കുട്ടിക്ക് അവകാശം. ഇനി ഇതൊന്നുമില്ലാതെ കുട്ടിക്ക് വിശ്രമത്തിനുള്ള അവകാശമുണ്ട്.
നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടിയെ ജോലി എടുപ്പിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കുകയോ മാത്രമല്ല ചെയ്യുക, കുട്ടിക്ക് ഇടയ്ക്ക് ആവശ്യമുള്ള സമയം അനുവദിക്കുന്ന സമയം വിശ്രമം കൊടുക്കുക എന്നുള്ളത്, ഫ്രീ ആയിട്ടിരിക്കാൻ, വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് ആവശ്യമായ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ ഒരു വികാസത്തിനുള്ള അവകാശമാണ്, കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി വളർച്ചയ്ക്കുള്ള അവകാശമാണ്. പിന്നീട് വരുന്നത് പങ്കാളിത്തത്തിനുള്ള അവകാശമാണ്. കുട്ടിക്ക് എപ്പോഴാണോ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ സാധാരണ നമ്മൾ മുതിർന്നവരൊക്കെ തീരുമാനിക്കാം കുട്ടിക്ക് അത് കൊള്ളാം, കുട്ടിക്ക് ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അതിന് പകരം കുട്ടിക്ക് എപ്പോഴാണോ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ കുട്ടിയോട് അഭിപ്രായം നമുക്ക് ചോദിക്കാം, അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട്. പലപ്പോഴും ഒരുപക്ഷെ നമ്മളെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാകും ഈ ഒരു കാര്യത്തിൽ തന്നെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് കൂടുതൽ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത്, ഇപ്പൊ പലരും പറയാറുണ്ട് കുട്ടിക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ യഥാർത്ഥത്തില് കുട്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എപ്പോഴാണ് തെറ്റ് വരിക? ദുരുപയോഗം ചെയ്യുമ്പോഴാണ് തെറ്റ് വരിക. അപ്പൊ അതുകൊണ്ട് വയസ്സിന് അനുയോജ്യമായ അറിവ് ലഭിക്കാനുള്ള അവകാശം കുട്ടിക്കുണ്ട്. ഇതൊരു പങ്കാളിത്ത അവകാശമാണ്. പലപ്പോഴും നമ്മൾ ബാക്കിയുള്ള അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുകയും പങ്കാളിത്ത അവകാശത്തെ കുറിച്ച് നമ്മൾ വിട്ടുപോകുകയും ലഭിക്കാം. അതിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നോളജ് അത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുട്ടിക്ക് വേണ്ടത്. എന്ന് പറഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതല്ല, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും കുട്ടിയുടെ അവകാശങ്ങൾ നമുക്ക് 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഈ അവകാശങ്ങളിൽ ജീവൻ സംരക്ഷിക്കാൻ തക്ക അവകാശങ്ങളുണ്ടോ? അതെ, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഒന്ന് പറയാം. തീർച്ചയായും. നമ്മൾ ജീവനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിന്റെ ഡേറ്റ തന്നെയാണ്. നമുക്ക് 1981 മുതൽ 2011 വരെയുള്ള സെൻസസ് എടുക്കുമ്പോൾ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം എടുക്കാം. ഓരോ 10 വർഷം കൂടുമ്പോഴും നമുക്ക് ഇന്ത്യയിൽ നടക്കുന്ന സെൻസസിൽ 1981 1000 ആൺകുട്ടികൾക്ക് 962 പെൺകുട്ടികളാണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. 91 ആയപ്പോൾ അത് 1000 ആൺകുട്ടികൾക്ക് 947 കുറഞ്ഞു. 2001 ആയപ്പോൾ 1000 ആൺകുട്ടികൾക്ക് 927 കുറഞ്ഞു. 2011 പുതിയ സെൻസസ് ആദ്യം കണക്ക് പുറപ്പെടുവിച്ചപ്പോൾ 1000 ആൺകുട്ടികൾക്ക് 914 പെൺകുട്ടികളും, എനിക്കൊന്ന് പിന്നീട് കണക്ക് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ പറയുന്നു 1000 ആൺകുട്ടികൾക്ക് 909 പെൺകുട്ടികൾ. അതായത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് 1 കോടിയിലധികം പെൺകുട്ടികൾ അപ്രത്യക്ഷരാകുന്നു എന്നുള്ളതാണ് ഒരു ശരാശരി കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒരു പക്ഷേ ഈ കുട്ടിയെ പലപ്പോഴും ഗർഭപാത്രത്തിനകത്ത് വെച്ച് കൊല്ലപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. നമുക്ക് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ കുട്ടികൾ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ കുട്ടികൾ കൊല്ലപ്പെടുകയാണ്. ഹിരോഷിമകളും നാഗസാക്കികളുമായി മാറുന്ന അമ്മമാരുടെ ഗർഭപാത്രങ്ങളെന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി വരും. എല്ലാവരെ കുറിച്ചല്ല, മറിച്ച് ഇങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജീവൻ സംരക്ഷിക്കേണ്ടതാണ്. അപ്പം നമുക്കറിയാം പല സമയത്തും പറയുക, ഈ ചില സമയത്ത് നമുക്ക് ഈ അബോർഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കേണ്ടി വരും. അത് മെഡിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഈ ഡെലിവറി സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ ഉദരത്തിൽ വെച്ച് തന്നെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്ന സമയത്തൊക്കെ മാത്രമാണ് നമ്മളിത് മെഡിക്കലി ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാർ, ഇപ്പോൾ അങ്ങ് കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിജീവനത്തിന്റെ അവകാശം. അതിജീവനത്തിന്റെ അവകാശത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സാർ? ഈ അതിജീവനാവകാശത്തിൽ ഈ 5 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജീവൻ നിലനിർത്തുക എന്നുള്ളത്. രണ്ടാമത്തത് പോഷകാഹാരം. കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പോഷകാഹാരം ആവശ്യമാണ്. പലപ്പോഴും കുട്ടികൾ തെരുവിൽ അലയപ്പെടുന്ന കുട്ടികൾക്ക് പോലും പോഷകാഹാരം കിട്ടാതെ വരുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അവകാശം കുട്ടിക്ക് ലംഘിക്കപ്പെടുകയാണ്, അതിജീവനാവകാശം. മൂന്നാമത്തെ അതിജീവനാവകാശത്തിൽ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഈ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആവശ്യ സമയത്ത് അല്ലെങ്കിൽ എടുക്കേണ്ട സമയത്തോ എടുക്കേണ്ട കുത്തിവയ്പ്പുകൾ, കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്നുള്ളത് കുട്ടിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവകാശമാണ്. പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുക എന്നുള്ള അവകാശം. ഈ അതിജീവനാവകാശത്തിൽ നമ്മൾ മാതാപിതാക്കൾ എന്നതിനെ കുറച്ചുകൂടി കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ രക്ഷകർത്താക്കളോടൊപ്പം ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു കുട്ടി, ഒരു അച്ഛനോ അമ്മയോ മരിച്ചുപോയി. അപ്പോൾ സാധാരണ ഇപ്പോൾ ആൾ ചിന്തിക്കുക കുട്ടീനെ ഓർഫനായി, അതുകൊണ്ട് നമുക്കൊരു ഓർഫനേജിൽ വിടാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ നമ്മൾ 2000 ബാലനീതി നിയമം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചിൽഡ്രൻസ് ഹോമുകളാണുള്ളത്, അനാഥാലയങ്ങൾ, കുട്ടികൾക്ക് അനാഥാലയങ്ങളില്ല, മറിച്ച് ചിൽഡ്രൻസ് ഹോമുകൾ, കുട്ടികളുടെ വീടുകൾ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിൽഡ്രൻസ് ഹോമുകളാണുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് 2015 ബാലനീതി നിയമത്തിൽ പറയുക. നേരത്തെ നമ്മൾ കുട്ടികളില്ലെങ്കിൽ കുട്ടിയെ നമ്മൾ ദത്ത് കൊടുക്കുക,
ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ ദത്തെടുക്കാം. അപ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോഴത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കെയറിങ്സ് എന്നൊരു പോർട്ടലുണ്ട്. പോർട്ടലിൽ ഈ പെർസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സ് അവർ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാം. ഇതൊക്കെ സീനിയോറിറ്റി എല്ലാം നിശ്ചയിക്കുന്നത് എല്ലാം ഈ എൻട്രി ചെയ്യുന്ന ഡേറ്റ് ഒക്കെ അനുസരിച്ചാണ്. അപ്പോൾ അതിനകത്ത് മാൽ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കെയറിങ്സ് പോർട്ടൽ എൻ്റർ ചെയ്ത് കാത്തിരുന്ന ഇതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കഴിയുമ്പോൾ ആ കുട്ടിയെ ദത്തെടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ നിയമത്തിൽ കുറച്ചുകൂടി, അതായത് ഈ അഡോപ്ഷൻ എന്നുള്ളത് ഒരു പക്ഷേ പല ലീഗൽ ഫോർമാലിറ്റീസ് കടന്നു വേണം കിട്ടും. എന്നാൽ ഇപ്പോൾ ഫോസ്റ്റർ കെയർ അഥവാ പോറ്റി വളർത്തൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വരികയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെ CWC തന്നെ ഈ കുട്ടികളെ ഫോസ്റ്റർ കെയറിന് വിടാൻ പറ്റും. അപ്പൊ അതിന് വ്യത്യാസം എന്താണ് സാർ? ദത്തെടുക്കലും പോറ്റി വളർത്തലും തമ്മിലുള്ള വ്യത്യാസം? ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എന്തൊക്കെയാണോ അവന്റെ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്ന ഈവൻ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉൾപ്പെടെ കിട്ടും ദത്തെടുക്കുന്ന സമയത്ത്. അപ്പൊ അതിന് ഈ ലീഗൽ ഫോർമാലിറ്റീസ് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഫോസ്റ്റർ കെയർ പോറ്റി വളർത്തൽ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെയാണ്. നമുക്ക് ഇപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്കൊരു കുട്ടിയെ നമുക്ക് പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് വാങ്ങാം. കേരളത്തിലെ റൂൾ അനുസരിച്ച് നമുക്ക് 5 വർഷം വരെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് കുട്ടിയെ സ്വീകരിക്കാമെന്നുള്ളതാണ് പറയുന്നത്. അതിന് നമുക്ക് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഉണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുരയാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഉള്ളത്. അപ്പം അവിടെ നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ CWCക്ക് സമർപ്പിക്കുകയും CWC കുട്ടിയെ നമുക്ക് ഓരോ പാരന്റ്സിനും കൈമാറുകയും ചെയ്യും. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം, നേരത്തെയൊക്കെ ദത്തെടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികള് ഈ പാരന്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ പാരന്റ്സിന് മാത്രമേ ദത്തെടുക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു നിയമം. ഇപ്പൊ അങ്ങനെയല്ല, മറിച്ച് വിധവയായ ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ആൺകുട്ടിയെ പെൺകുട്ടിയെ ദത്തെടുക്കാം. ഇനി അഥവാ ഒരു പുരുഷനാണെങ്കിൽ പെൺകുട്ടിയെ ഇപ്പം അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ ആയിട്ടുള്ള പുരുഷന്. മറിച്ച് സിംഗിൾ ആയിട്ടുള്ള പുരുഷനാണെങ്കിൽ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി ഒരു ആളുകളിലേക്ക് ഇറങ്ങുന്ന ഒരു നിയമമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സാർ, നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, നമസ്കാരം. ഞാൻ ജോബിനാണ് വിളിക്കുന്നത്. എവിടുന്നാണ് ജോബിൻ വിളിക്കുന്നത്? ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ്. ജോബിൻ, നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത് ബാലാവകാശങ്ങളെ കുറിച്ചും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ്. സാറിനോട് ചോദിച്ചോളൂ ജോബിൻ. അതെ സാറേ, എനിക്കൊരു ചെറിയ സംശയമാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പൊ ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ നമ്പറുണ്ട് 1098. നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ അത് പ്രവർത്തനക്ഷമമല്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സാറിനോട് ഒരു ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഈ 1098 എന്ന നമ്പർ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 1098. അപ്പം ഇപ്പൊ ഈ പ്രശ്നം ഇപ്പൊ പറഞ്ഞ ഒരു അഭിപ്രായം, ഒരുപക്ഷെ ഈ കോള് നമ്മൾ വിളിക്കുമ്പോൾ ഒരല്പം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട്. 60,000-ലധികം വരുന്ന കോൾസ് ഉണ്ട്. അപ്പം ഓൾ ഇന്ത്യ നമുക്ക് 5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലാണ് നമുക്കിപ്പോൾ കോൾ സെന്റർ ഉള്ളത്. അപ്പോൾ അത് കോൾ സെന്റർ രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ആ കോള് തീർച്ചയായും കണക്ട് ചെയ്യപ്പെടും. അല്ല, വെയിറ്റ് ചെയ്യുന്നതിന്റെ അല്ല, ഇപ്പൊ വിളിക്കുമ്പോൾ കനോട്ട് ബി പ്രോസസിംഗ് എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ റിപ്ലൈ വരുന്നത്. അപ്പോ വിളിക്കുമ്പോൾ തന്നെ അത് കിട്ടുന്നില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് ബന്ധപ്പെട്ട വ്യക്തികളെ അറിയിക്കുന്നതായിരിക്കും. മനസ്സിലായോ ജോബിൻ? ഓക്കെ ജോബിൻ, വിളിച്ചതിന് വളരെയധികം സന്തോഷം. സാറിന് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ എന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ 9-നാണ് നമ്മളിവിടെ ആരംഭിച്ചത്. അതിനുശേഷം 2 പ്രോഗ്രാം നമുക്ക് നടത്താൻ കഴിഞ്ഞു. 2 പ്രോഗ്രാമിലും ശരിക്കും ജനപങ്കാളിത്തം ഉണ്ടായിട്ടുള്ളതാണ്. അത് ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. ആദ്യത്തെ പ്രോഗ്രാമിൽ നമുക്കൊരു 14ഓളം അമ്മമാർ പങ്കെടുക്കുകയുണ്ടായി. രണ്ടാമത്തേതിൽ 37 അമ്മമാർ പങ്കെടുത്തു. അതിൽ 2 പേര് രജിസ്ട്രേഷൻ നടത്താത്ത ആൾക്കാരായിരുന്നു. അവർക്ക് വേണ്ട എല്ലാവിധ സൗഹൃദപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി
നമ്മൾ ഈ പലവിധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, ആശുപത്രിയുടെ ജീവനക്കാരുടെ മീറ്റിങ്ങുകൾ, കോൺഫറൻസിൽ ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് മീറ്റിങ്ങുകളിൽ, ബ്ലോക്ക് കോൺഫറൻസ് മീറ്റിംഗ് നമ്മളിവിടെ നടത്തുമ്പോഴത്തേക്ക് അതിലും ഈ ആശുപത്രിയുടെ കീഴിൽ വരുന്ന 4 പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു കോൺഫറൻസിൽ നമ്മൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികളെ എല്ലാവരെയും ഇത് അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ICDS വഴി, നമുക്ക് അംഗൻവാടി വഴി നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാവരിലും ഈ വിവരം അറിയിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയധികം ആൾക്കാരെ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ഈ പരിപാടി വളരെ വിജയകരമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ എല്ലാ മാസവും 9-ാം തീയതി സർക്കാർ ആശുപത്രികളിൽ ഗർഭിണികൾക്കായി സൗജന്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ സേവനം തീർച്ചയായും വിനിയോഗിക്കുക. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. സാമൂഹ്യപാഠം. നാം സംസാരിക്കുന്ന വിഷയം ബാലാവകാശങ്ങളും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളും. സർ, നാം ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചു, കുട്ടിയെ എത്തരത്തിൽ നിർവചിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു, കുട്ടികളുടെ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയ രേഖകളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ നമ്മൾ അപ്പോഴും ആ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് കുട്ടികൾ അത്രത്തോളം ബോധേഡല്ല, സമൂഹവും അത്രത്തോളം ബോധേഡല്ല, മുതിർന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവകാശ ലംഘനങ്ങളെക്കുറിച്ച്, ഈ അവകാശ ലംഘനങ്ങളുടെ ആഴത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. തീർച്ചയായും ഇത് നമുക്കൊരു ചൈൽഡ് ലൈനിൽ ലഭ്യമായ കണക്കുകൾ വെച്ച്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ചൈൽഡ് ലൈനിൽ ലഭ്യമായ കണക്കുകൾ വെച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു 10 മാസത്തെ കണക്കെടുക്കുക. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 10 മാസം കൊണ്ട്, അതായത് ഏപ്രിൽ മുതൽ ഫെബ്രുവരി എത്തുന്നവരെയുള്ള നോക്കുമ്പോൾ നമുക്ക് 1304 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമ്മളത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയാനും പറ്റും. ഒരുപക്ഷെ ജീവൻ ഹനിക്കപ്പെട്ട കേസുകൾ വളരെ കുറവാണ്. പക്ഷേ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസുകൾ, ബാലലൈംഗിക പീഡനങ്ങൾ നമുക്ക് ഏകദേശം 72ഓളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ 72 കേസിൽ 7 കേസ് ടീനേജ് പ്രഗ്നൻസി ആയിരുന്നു. 16 വയസ്സും 14 വയസ്സും പ്രായമുള്ള കുട്ടി 7-8 മാസം പ്രഗ്നന്റ് ആയിട്ട് വന്ന കേസുകൾ വരെ നമുക്ക് വന്നിട്ടുണ്ട്. സാർ, നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, പേരെങ്ങനെയാണ് സാർ? നമസ്കാരം സാറേ, എന്റെ പേര് ബഷീർ എന്നാണ്. ബഷീർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ബഷീർ, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കേണ്ടത്? ഹലോ. ചോദിച്ചോളൂ ബഷീർ, എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോളൂ. അപ്പൊ ഈ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമാവലികളെ. ബഷീർ, ഒരു കാര്യം ചെയ്യാമോ? ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് എന്താണ് ചോദിക്കാനുള്ളതെന്ന് സാറിനോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചാൽ മതി. ഇനി ചോദിച്ചോളൂ ബഷീർ. ഹലോ. ചോദിച്ചോളൂ ഇനി. സാറേ, ഈ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമാവലികളെ. കേൾക്കുന്നുണ്ട് ബഷീർ, ചോദിച്ചോളൂ. നിയമാവലികള് നമുക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊന്ന് പരസ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം ചെയ്യുവാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ. ഒരു അഭിപ്രായമാണ്, വളരെ നല്ലൊരു അഭിപ്രായമാണ്. അത് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ മാനേജർ DHS ആണ്, ഡിസ്ട്രിക്ട് ഹെൽത്ത് സർവീസസ് ആണ്. അവരുടെ ശ്രദ്ധയിൽ നമുക്കിത് പെടുത്താവുന്നതാണ്. മനസ്സിലായോ ബഷീർ? ഓക്കെ ബഷീർ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളുടെ അവകാശ ലംഘനത്തെ കുറിച്ചായിരുന്നു. സാർ പരാമർശിച്ചുകൊണ്ടിരുന്നത്, വിശദമാക്കാം. നമ്മൾ പറഞ്ഞ ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെ കുറിച്ചാണ്. അപ്പം 72ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പം ഒരു കുട്ടി ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു തരത്തിലും പീഡിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് കുട്ടിയുടെ അവകാശമാണ്. തീർച്ചയായിട്ടും. അപ്പം 4 തരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ, വൈകാരികപരമായിട്ടുള്ള പീഡനങ്ങൾ, അതോടൊപ്പം തന്നെ സെക്ഷൽ അബ്യൂസ്. ലൈംഗികപരമായ പീഡനം എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് നമുക്ക് നിർവചിക്കാൻ പറ്റുക ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടിയുടെ അവകാശം ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. സാർ, നമുക്ക് വിശദമായി സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ മാഡം, നമസ്കാരം. സാമൂഹ്യപാഠമാണ്, പരിചയപ്പെടുത്താമോ മാഡം? പേരെങ്ങനെയാണ്? നമസ്കാരം മാഡം, പേരെങ്ങനെയാണ്? പേര് രുക്മിണി, പാലക്കാട്. ഓക്കെ മാഡം, ചോദിച്ചോളൂ. സാറിനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോളൂ. സാർ, പേര് രുക്മിണി. കേൾട്ടു മാഡം, ചോദിച്ചോളൂ. സാർ, എനിക്കൊരു സംശയമാണ്.
ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ആ ഒരു കുട്ടിയെ ഞാൻ വളർത്തുന്നുണ്ട്. അവൾക്ക് 18 വയസ്സായി. ആ പക്ഷെ അവളോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ചോദിച്ചോളൂ അവളോട് മാഡം. ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഭാവിയിൽ വല്ല ദോഷം വരുമെന്നറിയാനാണ്. ഹലോ മാഡം. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞോ? ആ ചോദിച്ചു കഴിഞ്ഞു മാഡം. ഓക്കെ. ആ ഭാവിയിൽ ദോഷം വരുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ദത്തെടുത്ത് വളർത്തുമ്പോൾ അത് കുട്ടിയെ അറിയിക്കണം. പല സമയത്തും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ഇതുപോലെ നിങ്ങൾ നിയമപരമായിട്ടാണ് ദത്തെടുത്തത് എങ്കിൽ അതെ അതെ നിയമപരമായിട്ടാണ് ദത്തെടുത്തതെങ്കിൽ യഥാർത്ഥത്തിൽ അതിനകത്തൊരു പ്രോസസ്സ് തന്നെയുണ്ട്. കുട്ടിയെയും മാതാപിതാക്കളും ഇതൊക്കെ അറിയുകയും ഇടയ്ക്ക് കുട്ടിയെ വിളിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ സംസാരിക്കുന്ന ഒരിതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഉണ്ട്. അവർ ഈ ദത്തെടുക്കുന്നതിന്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇത് അറിയിക്കുക എന്നുള്ളതൊരു കാര്യമാണ്. അതൊരു നിയമപരമായിട്ട് തന്നെ അത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. ഒരു 12 വയസ്സായിട്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അത് പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ചൈൽഡ് ലൈൻ പ്രവർത്തകരോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കുക. അവിടുത്തെ കൗൺസിലേഴ്സ് വഴി നിങ്ങൾക്ക് ആ കുട്ടിയുടെ കാര്യം അറിയിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ഓക്കെ മാഡം, മനസ്സിലായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി മാഡം. സാർ, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളുടെ അവകാശ ലംഘനത്തെക്കുറിച്ച്, ലൈംഗികപരമായുള്ള ചൂഷണത്തെക്കുറിച്ചായിരുന്നു സാർ പരാമർശിച്ചത്. വിശദമാക്കാം. അപ്പോൾ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒരു നല്ല സ്പർശം എന്താണ് അല്ലെങ്കിൽ ചീത്ത സ്പർശം എന്താണ് ഇത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പം പലപ്പോഴും മനസ്സിലാകുക ഈ കൂടുതൽ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ടച്ച് മനസ്സിലാകുക, അതായത് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച്? ഉദാഹരണത്തിന് ചൈൽഡ് ലൈൻ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു കോമൾ എന്നൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് നല്ല സ്പർശം എന്താണ് ചീത്ത സ്പർശം എന്താണെന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനും ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ഒപ്പം നമ്മൾ ദൂരദർശൻ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്കത് സമയം ഏതെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്കത് കുട്ടികൾക്ക് കാണിക്കാനുള്ള ഒരു അവസരം ഒരുക്കാവുന്നതുമാണ്. സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈൻ ചെയ്യുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം മാഡം. പേരെങ്ങനെയാണ് മാഡം? ഞാനൊരു സംശയം ചോദിക്കാനായിട്ടാണ് വിളിച്ചത്. ചോദിച്ചോളൂ മാഡം, ചോദിച്ചോളൂ. നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കുട്ടികൾക്ക് എന്തെങ്കിലും വേറെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഇത് വന്നാൽ നമ്മൾ നിങ്ങളെ അറിയിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഡീറ്റെയിൽ ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുവോ? ചോദിച്ചു കഴിഞ്ഞോ? ചോദിച്ചു കഴിഞ്ഞു. തീർച്ചയായും അത് കൊടുക്കാൻ പാടില്ല. കാരണം യഥാർത്ഥത്തിൽ ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്പർ 1098 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ രഹസ്യമായിട്ടാണ് നമ്മൾ അന്വേഷിക്കുക. നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസോ പറയാതെ എന്താണ് സംഭവം എന്ന് മാത്രം പറഞ്ഞാലും മതിയാകും. ഓക്കെ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. നിഷ മാഡം ചോദിച്ചത് ചൈൽഡ് ലൈനിനെ കുറിച്ചാണ്. ചൈൽഡ് ലൈനിൽ എങ്ങനെയാണ് പരാതി രേഖപ്പെടുത്തുക, പരാതി രേഖപ്പെടുത്തുന്ന അവസരത്തിൽ വ്യക്തി വിവരം കൊടുക്കണമോ എന്നുള്ളതാണ് മാഡം ചോദിച്ചത്. ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി വിശദമാക്കാം. തീർച്ചയായും. ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു ദേശീയ പദ്ധതിയാണ്. നമുക്ക് ഭാരതത്തിൽ മുഴുവനായിട്ട് 411 ജില്ലകളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും ചൈൽഡ് ലൈൻ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. മാത്രമല്ല നമുക്ക് 2000 തന്നെ തിരുവനന്തപുരത്ത് ചൈൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കേരളത്തിലെ ആദ്യത്തെ ചൈൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പ്രധാനമായിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും, അതായത് സാമൂഹ്യനീതി വകുപ്പ്, പോലീസ്, എക്സൈസ്, ആരോഗ്യപരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഇവരുടെ എല്ലാം ഒരു ഏകോപനത്തിലൂടെയാണ് ചൈൽഡ് ലൈൻ വർക്ക് ചെയ്യുക. ചൈൽഡ് ലൈനിന് നമുക്ക് ഉള്ളത് ഒരു ടെലിഫോൺ നമ്പറാണ് 1098. നമ്മൾ 89010 എന്ന് പറയുന്നത് പോലെ തന്നെ 1098. ഇത് കുട്ടികൾ തന്നെ സെലക്ട് ചെയ്ത ഒരു നമ്പറാണ്. ബോംബെയിലെ തിരുവനന്തപുരങ്ങളിലെ കുട്ടികൾ തന്നെ സെലക്ട് ചെയ്തൊരു നമ്പറാണ് 1098. അപ്പൊ ഇതിനൊരു അതായത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ മറ്റു ജില്ലകളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒപ്പം സന്നദ്ധ സംഘടനകളുടെയും ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാവുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
ഒരു 10:58 ഒരു കുട്ടി വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 3 സ്ഥാപനങ്ങളെങ്കിലും ഒരു ജില്ലയിൽ ഉണ്ടാകും. ചില ജില്ലകളിൽ 2 ഉള്ളൂ. ചിലതിൽ ഇടുക്കി പോലുള്ള ജില്ലകളിൽ നമ്മൾ 5 സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10:58 വിളിക്കുകയാണെങ്കിൽ ചൈൽഡ് ലൈനിന്റെ സ്റ്റാഫ് ഈ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും. എവിടെയാണ് ഈ കുട്ടികളുള്ളത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം സ്റ്റാഫ് തന്നെ അവിടെ പോകും. ഇപ്പോൾ ഒരു പക്ഷേ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലീസ് ഞങ്ങളെ സഹായിക്കും. ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ചെല്ലാൻ പറ്റുന്ന സമയത്ത് നമ്മൾ തന്നെ ചെല്ലും, കുട്ടിയെ റെസ്ക്യൂ ചെയ്യും. ഉടനെ നമ്മൾ ചെയ്യുന്നത് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ബാലനീതി നിയമപ്രകാരം ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അപ്പം എന്താണ് ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ? ബാലവേല ചെയ്യുന്ന കുട്ടികൾ, ബാലഭിക്ഷാടനം ചെയ്യുന്ന കുട്ടികൾ, തെരുവിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികൾ, ഫ്ലഷ് ട്രേഡിന് വിധേയരാക്കപ്പെട്ട കുട്ടികൾ, HIV/AIDS ബാധിതരായ കുട്ടികൾ, വൈകല്യ അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, വ്യത്യസ്ത കഴിവുള്ള കുട്ടികൾ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുതിർന്നവർക്കോ ഈ 10:58 എന്ന നമ്പറിൽ 24 മണിക്കൂറും വിളിക്കാം. 24 മണിക്കൂർ എന്ന് പറയുമ്പം ഇത് സൗജന്യം കൂടിയാണ്. അപ്പം വിളിക്കുന്ന ആൾക്ക് പൈസ നഷ്ടമാകുന്നില്ല. പക്ഷേ ചൈൽഡ് ലൈൻ്റെ ഫൗണ്ടേഷൻ ഈ സേവനദാതാക്കൾക്ക് ചെറിയൊരു എമൗണ്ട് നൽകുന്നുമുണ്ട്. അപ്പം 24 മണിക്കൂർ വിളിച്ച് സേവനം ലഭ്യമാക്കാവുന്നതാണ്. കൂടാതെ ജില്ലാതലത്തിൽ ഇത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കോൾ സെന്റർ ഉണ്ട്. അത് ചെന്നൈയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ മിക്കവാറും കൗൺസിലിംഗും ചില കാര്യങ്ങളിൽ കൗൺസിലിംഗ് കൊടുക്കും അവിടെ തന്നെ. ഇല്ലെങ്കിൽ റെഫർ ചെയ്യപ്പെടേണ്ട കേസുകളാണെങ്കിൽ അത് അതാത് ജില്ലകളിലേക്ക് കൊടുക്കും. ഇപ്പം ചെന്നൈയിൽ ലാൻഡ് ചെയ്യപ്പെടുന്ന കോള് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു കുട്ടിക്ക് ആവശ്യത്തിനാണ് വിളിച്ചതെങ്കിൽ, റെസ്ക്യൂ ചെയ്യേണ്ട കേസാണ് എങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയിലെ കൊളാബറേറ്റീവ് ഓർഗനൈസേഷനിലേക്ക് അത് കൊടുക്കും, ആ കോള് കൊടുക്കും. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്യുന്ന കൊളാബറേറ്റീവ് ഓർഗനൈസേഷനുള്ള സ്റ്റാഫുകളായിരിക്കും. എല്ലാ ജില്ലകളിലും നമുക്ക് കൊളാബറേറ്റീവ് ഓർഗനൈസേഷനുകളുണ്ട്. പിന്നീടുള്ളത് ഒരു നോഡൽ ഓർഗനൈസേഷനാണ്. ഈ നോഡൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ലിങ്കേജുകൾ, അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളുകളിലുള്ള ട്രെയിനിങ്ങുകൾ, അവയർനെസ് ക്ലാസ്സുകൾ, പാരന്റ്സിനുള്ള ട്രെയിനിങ്ങുകൾ, പോലീസ് ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് നോഡൽ ഓർഗനൈസേഷൻ. തിരുവനന്തപുരത്ത് നമുക്കൊരു സപ്പോർട്ട് ഓർഗനൈസേഷൻ കൂടിയുണ്ട്. അപ്പം ഈ കോസ്റ്റൽ ഏരിയയിലെ കാര്യങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ സപ്പോർട്ട് ഓർഗനൈസേഷൻ. മറ്റു ജില്ലകളിലൊക്കെ എന്ന് പറയുമ്പോൾ അതാത് ഏരിയ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വിത്തിൻ 1 hour നമുക്ക് ഈ ഒരു കുട്ടിയുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല എന്ന് പറയാൻ നമുക്കറിയാം, വർക്കല മുതൽ പൊന്മുടി വരെയുള്ള സ്ഥലങ്ങളാണ്. 14 പേരാണ് നമുക്ക് സ്റ്റാഫായിട്ടുള്ളത്. എങ്കിൽ തന്നെയും കഴിഞ്ഞ ഒരൊറ്റ മാസം തന്നെ 180 കേസ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഈ 14 സ്റ്റാഫ്, ഒപ്പം അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന ഈ 360 അവയർനെസ് പ്രോഗ്രാമുകൾ. അപ്പം ചൈൽഡ് ലൈൻ സ്റ്റാഫിന്റെ ഒരു 2000 മുതലുള്ള സ്റ്റാഫ് വരെ ചൈൽഡ് ലൈൻ തിരുവനന്തപുരത്ത് നമുക്കുണ്ട്. 2000 ചൈൽഡ് ലൈൻ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ ചൈൽഡ് ലൈൻ്റെ സ്റ്റാഫായിട്ടുള്ള സ്റ്റാഫുകൾ നമുക്കുണ്ട്. അപ്പം സാർ, ഇപ്പോൾ ചൈൽഡ് ലൈനിനെ കുറിച്ച് സാർ വളരെ വ്യക്തമായി, വളരെ വിശദമായി തന്നെ പറഞ്ഞു. ചൈൽഡ് ലൈനിന്റെ സേവനം ലഭ്യമാകണമെങ്കിൽ സ്കൂളുകൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും 1098 എന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് ഇപ്പം പ്രധാനമായിട്ട് സ്കൂളുകളായാലും എവിടെയായാലും ചൈൽഡ് ലൈൻ്റെ സേവനം ലഭ്യമാണ്. ഇപ്പോൾ ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ 1098 നമ്പറിൽ വിളിച്ചിട്ട് ഏത് ജില്ലയാണോ ആ ജില്ലയുടെ കോൺടാക്ട് നമ്പർ ചോദിക്കുക. അപ്പം കാസർഗോഡാണെങ്കിൽ 1098 വിളിച്ചു കഴിയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചൈൽഡ് ലൈൻ നമ്പർ തരാൻ പറഞ്ഞാൽ അവിടുത്തെ നമ്പർ തരികയും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ്സുകൾ, അവബോധ ക്ലാസ്സുകൾ കൊടുക്കാനോ, അല്ലെങ്കിൽ ഈ കോമൺ വീഡിയോയുടെ ഒരു പ്രസന്റേഷൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വേണം, കുട്ടികൾക്ക് അവർ തന്നെ കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണെങ്കിൽ അവർ തന്നെ അത് സപ്ലൈ ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ ഉണ്ട് ചെന്നൈയിൽ. നമുക്ക് ഇന്റർനെറ്റിൽ വെബ്സൈറ്റിൽ അതിന്റെ അഡ്രസ്സ് ലഭ്യമാണ്, ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചൈൽഡ് ലൈൻ്റെ സേവനം സ്കൂളുകളിൽ ലഭ്യമാവും. പിന്നെ സ്കൂളുകളിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കൊളാബറേറ്റീവ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോസ്റ്റേഴ്സ് പതിപ്പിച്ചിട്ടുണ്ട്. ഒരു 10ഓളം പോസ്റ്റേഴ്സ് സാമൂഹ്യനീതി വകുപ്പ് തന്നെ നമുക്ക് ഫണ്ട് നൽകുകയും അത് വെച്ചിട്ട് ഈ പോസ്റ്റേഴ്സ് നമ്മൾ എല്ലാ AEOമാർക്കും DEOമാർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് അവരുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ കുട്ടികൾക്ക് ഇപ്പം ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് പറയുന്ന ഒരു പോസ്റ്റേഴ്സ് ഉണ്ട്, വേലയെ കുറിച്ച് പറയുന്ന പോസ്റ്റേഴ്സ് ഉണ്ട്, കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്ന പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ അതാത് സ്കൂളുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇല്ലാത്തത് AEOമായിട്ട് DEOമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
ആ സ്കൂളിലേക്ക് അവരെത്തിച്ചു തരുന്നതാണ്. സാർ, ഇപ്പോൾ ചൈൽഡ് ലൈനിനെ കുറിച്ച് സാർ പരാമർശിച്ചപ്പോൾ ചോദിക്കുകയാണ്, ചൈൽഡ് ലൈനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും തമ്മിലുള്ള ബന്ധം എത്തരത്തിൽ നിർവചിക്കാൻ സാധിക്കും? ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കമ്മിറ്റി എന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ പവറുള്ള കമ്മിറ്റി. സാർ, നമുക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ചും ചൈൽഡ് ലൈനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ, പേര് പറയാമോ സാർ? പേരെങ്ങനെയാണ്? നമുക്ക് ആ കോള് കട്ടായിരിക്കുകയാണ് സാർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചൈൽഡ് ലൈനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ശ്രദ്ധയും സംരക്ഷണവും, അതായത് ബാലവേല, ബാലഭിക്ഷാടനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ശ്രദ്ധയും സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ പവറുള്ള ഒരു കമ്മിറ്റിയാണ്. ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും കുട്ടികളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരു മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, ഇപ്പൊ കുട്ടിക്ക് സഹായം ആവശ്യമുണ്ട്, കുട്ടിക്ക് സഹായം കിട്ടണമെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പോകണം. അപ്പൊ അതിന് കുട്ടിക്ക് എളുപ്പ വഴിയാണ് 1098 വിളിക്കുകയും കുട്ടിയെ ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുകയാണ്. അപ്പം കുട്ടിക്കും ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു ദേശീയ പദ്ധതിയാണ് ചൈൽഡ് ലൈൻ. അപ്പോൾ നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് 1098. അപ്പോൾ ഇതാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് ലൈനും തമ്മിലുള്ള വ്യത്യാസം. സാർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. അക്കൗണ്ടിലുള്ള പണം ATM വഴി പിൻവലിക്കാനും ഷോപ്പിംഗിനും ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന സൈറ്റിൽ അക്കൗണ്ടുമുണ്ടെങ്കിൽ ഷോപ്പിംഗ് നടത്താവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ടിൽ പണമില്ലാതെ തന്നെ ഷോപ്പിംഗിന് ഉപയോഗിക്കാവുന്നതാണ്. കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങൽ, ബിൽ പേയ്മെന്റ്, മൊബൈൽ, DTH റീചാർജ് തുടങ്ങി എല്ലാവിധ ബാങ്ക് ഇടപാടുകളും സാധ്യമാണ്. ക്രെഡിറ്റ് കാർഡിൽ പണമെടുത്താൽ ആ സമയം മുതൽ പലിശ നൽകണം. പലിശ നിരക്ക് സാധാരണയിൽ കൂടും. 40 മുതൽ 45 ദിവസങ്ങൾക്കുള്ളിൽ പണം തിരിച്ചടയ്ക്കണം. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠം. നാം സംസാരിക്കുന്ന വിഷയം ബാലാവകാശങ്ങളും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളും. സർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ മാഡം, പേരെങ്ങനെയാണ് മാഡം? എന്റെ പേര് അഭിലാഷ് എന്ന്. അഭിലാഷ് എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാണ്? ഞാൻ 9ാം ക്ലാസ്സിൽ. അഭിലാഷ്, നാം സംസാരിക്കുന്ന വിഷയം അറിയാലോ, ബാലാവകാശങ്ങളും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളും. സാറിനോട് ചോദിച്ചോളൂ അഭിലാഷ്. ഹലോ, എന്റെ അച്ഛനും പിന്നെ സമൂഹത്തിനു മുമ്പിൽ നാണം കെടുത്തുകയൊക്കെ ചെയ്യണം. ഞാൻ എന്താ ഒന്ന് നിൽക്കാമോ അഭിലാഷ്? നമുക്ക് അഭിലാഷിന്റെ കോള് നമുക്ക് ലഭിച്ചിട്ടില്ല. അഭിലാഷ് ചോദിച്ച ചോദ്യം നമ്മൾ പൂരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പാരന്റ്സ് അഭിലാഷിന്, അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, വിദ്യാലയത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക വൈകാരികമായ പ്രതിസന്ധിയെക്കുറിച്ചാണ് അഭിലാഷ് ചോദിക്കാൻ ശ്രമിച്ചത്. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഇടപെടാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. നമുക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ളൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോകുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായും രഹസ്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു സർവൈവർ ആയിട്ടുള്ള, ഇരയെന്നൊന്നും പറയേണ്ട കാര്യമില്ല, ഒരു സർവൈവർ ആയിട്ടുള്ള ഒരു ഈ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും പരസ്യപ്പെടുത്താൻ പാടില്ല. കുട്ടിയുടെ ഇപ്പൊ നമുക്കൊരു പോക്സോ നിയമം പോലെയുള്ള നിയമങ്ങളുണ്ട്. അപ്പം കുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറയാൻ പാടില്ല. അപ്പം ഈവൻ കുട്ടി തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതനാകുന്ന സമയത്താണെങ്കിൽ പോലും കുറ്റാരോപിതരായ കുട്ടിയെന്നേ നമുക്ക് പറയാൻ പാടുള്ളൂ. കുറ്റം ചെയ്ത കുട്ടി എന്നല്ല പറയുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോലും കുട്ടിയുടെ പേര് പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇടപെടാൻ ഞാൻ ശ്രമിച്ചത്. ഇങ്ങനെയുള്ള സമയത്തും നിങ്ങൾക്കൊരു കുട്ടികളുടെ പാരന്റ്സിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വന്ന് പാരന്റ്സിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് തന്നെ ഒരു വിഷമം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ചൈൽഡ് ലൈൻ്റെ നമ്പറിൽ വിളിക്കാം, 1098 വിളിക്കാം, നമ്മുടെ കൗൺസിലറുമായിട്ട് സംസാരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രൊഫഷണൽ കൗൺസിലിംഗ് വേറെ ഏതെങ്കിലും രീതിയിൽ റെഫർ ചെയ്യേണ്ട ആവശ്യമാണെങ്കിൽ ചൈൽഡ് ലൈൻ തന്നെ അതിനുള്ള ബാധ്യത ഏറ്റെടുക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് 1098 വിളിച്ച് സേവനം ലഭ്യമാക്കാവുന്നതാണ്. സർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്?
ഹലോ ഹലോ മാഡം, പേര് പറയാമോ മാഡം? പേരെങ്ങനെയാണ്? സുശീല. എവിടുന്നാണ് മാഡം വിളിക്കുന്നത്? രണ്ടിടത്തുനിന്നാ. മാഡം ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കേണ്ടത്? കാരണം എന്റെ മോക്ക് ചോദിച്ചോളൂ മാഡം, കേൾക്കുന്നുണ്ട്. ചൈൽഡ് ലൈനിൽ ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ മോളാ പരാതി കൊടുത്തത്. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ചൈൽഡ് ലൈനിൽ വിളിച്ച് തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ കാരണം ഇത് ഒരുപാട് പേര് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ രഹസ്യമായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് 1.5 വർഷമാണ്. കഴിഞ്ഞ ജൂലൈ മാസത്താ പരാതി കൊടുത്തിട്ടുള്ളത്. പരാതി കൊടുത്തിട്ടാണെങ്കിലും ഒരു വ്യക്തി മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഒരാളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഫോളോ അപ്പ് നടന്നു. അപ്പൊ ഹലോ മാഡം. ഹലോ. രണ്ടാം പ്രതിയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ബാക്കി ചൈൽഡ് ലൈനെ സംബന്ധിച്ചോളം ചൈൽഡ് ലൈൻ ചെയ്യുന്നത് കുട്ടിയുടെ സംരക്ഷണവും പിന്നെ ബാക്കിയുള്ള ഈ വ്യക്തികളെ അറസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഉത്തരവാദിത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈൻ പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും തിരുവനന്തപുരം ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ ബാക്കി എന്താണ് അതിന്റെ സ്ഥിതി എന്ന് അറിയാവുന്നതാണ്. കുട്ടി സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ചൈൽഡ് ലൈനിന്റെ ഉത്തരവാദിത്തം. അത് അവിടെ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനി നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. തീർച്ചയായും പോലീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. ഓക്കെ മാഡം, മനസ്സിലായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നാം ചൈൽഡ് ലൈനിനെ കുറിച്ച് പറയുമ്പോൾ ചൈൽഡ് ലൈനിന് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഒരു ആനുകൂല്യം എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഗവൺമെന്റിന്റെ തന്നെ പ്രോഗ്രാമാണ്. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ ഏകദേശം 411 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ ഇതിന്റെയൊക്കെ സ്റ്റാഫ് ഓണറേറിയം എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ചൈൽഡ് ഇന്ത്യ ഫൗണ്ടേഷന് കൊടുക്കുകയും അവിടെ നിന്ന് അതാത് ജില്ലകളിലേക്ക് വിതരണം ചെയ്യുന്ന രീതിയിൽ. അപ്പം ഉദാഹരണത്തിന് കുട്ടിയെ റെസ്ക്യൂ ചെയ്താൽ കുട്ടിക്ക് ആവശ്യമായ ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടി എമർജൻസി ഒരു വൈദ്യസഹായം ആവശ്യമാണ്, അതിനു വേണ്ടിയിട്ട് ഒക്കെ അതിനുള്ള ഫണ്ട് ഒരു നിശ്ചിത എമൗണ്ട് ആണെങ്കിൽ പോലും അതിനുള്ള ഫണ്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ തന്നെ ചൈൽഡ് ലൈന് നൽകുന്നുണ്ട്. മറ്റ് ഫണ്ടുകളൊന്നും തന്നെ ചൈൽഡ് ലൈൻ സ്വീകരിക്കുന്നില്ല. മറിച്ച് ചൈൽഡ് ലൈൻ പിന്നീട് കൊളാബറേറ്റ് ചെയ്യുക, ഈ ട്രെയിനിങ് പ്രോഗ്രാം പോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അവരുടെ തന്നെ ഫുൾ ഉത്തരവാദിത്തത്തിൽ ചൈൽഡ് ലൈൻ തന്നെ പോയി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. അതാ ഗവൺമെന്റിന്റെ തന്നെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു ആനുകൂല്യം എന്നതിനേക്കാൾ ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം തന്നെയാണ്. സാർ, ബാലാവകാശങ്ങളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ സാറ് സംരക്ഷണ അവകാശങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സംരക്ഷണ അവകാശങ്ങളെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സാർ? എന്തൊക്കെയാണ് ഈ സംരക്ഷണ അവകാശങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്? ചില കാര്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം വേണം, ചിലതിൽ നിന്നും സംരക്ഷണം വേണം. രണ്ടും നമ്മൾ പ്രത്യേകം എടുക്കേണ്ട കാര്യമാണ്. ഒന്ന്, വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണം. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു, ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷാ, പ്രദേശം. രണ്ടാമത്, ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. എന്തൊക്കെയാണ് കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ? ഒന്ന്, ബാലവേല. നമുക്കറിയാം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത സൗജന്യമായ വിദ്യാഭ്യാസം വേണം. അത് നൽകാതെ ഈ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലികൾ ചെയ്യിപ്പിക്കുമ്പോൾ അത് ബാലവേലയാണ്. പിന്നീട് ബാലഭിക്ഷാടനം. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചോളം ബാലഭിക്ഷാടനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 2000-ലെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയേറെ നമുക്ക് ബാലഭിക്ഷാടനം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പ്രോബ്ലംസ് കൂടിയിട്ടുണ്ട്. ഈ ബാലഭിക്ഷാടനം ഇപ്പോൾ വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അമ്മയും കുഞ്ഞും ഒരുമിച്ച് ഭിക്ഷ യാചിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴും ആ കുഞ്ഞിന് അവളുടെ ഒരു അവകാശം ലംഘിക്കപ്പെടുകയാണ്. നല്ല ആരോഗ്യത്തിനുള്ള അവകാശം, നല്ല ഭക്ഷണത്തിനുള്ള അവകാശം, ഇതൊക്കെ ലംഘിക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ചൈൽഡ് ലൈൻ ഈ അമ്മയും കുഞ്ഞും കൂടെ ഭിക്ഷ യാചിക്കുന്ന സമയത്ത് പോലീസിന്റെ സഹായം നേടും. പോലീസ് തന്നെ കുട്ടിയെ അമ്മയും കൂടെ ഒരുമിച്ച് റെസ്ക്യൂ ചെയ്യണം. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ അതിജീവനാവകാശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടി അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ആയിരിക്കാനുള്ള അവകാശം. അപ്പൊ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് കുട്ടിയെ മാത്രം റെസ്ക്യൂ ചെയ്യുന്നത് അത്ര ശരിയല്ലാത്തത് കൊണ്ട് കുട്ടിയെ അമ്മയും കൂടെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മൾ പോലീസുമായിട്ട് സഹായം എല്ലാ കാര്യത്തിലും, ഈ ചൈൽഡ് ലൈനിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ജില്ലകളിലും പോലീസിന്റെ സഹായം വളരെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് എപ്പോൾ വിളിച്ചാലും നമുക്ക് സഹായം ലഭിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്, ശൈശവ വിവാഹം. നേരത്തെയുള്ള ഒരു കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പൊ തോന്നുന്നത്
ഈ ശൈശവ വിവാഹത്തിന്റെ വളർച്ചാ നിരക്ക് നമുക്ക് ഈ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് അല്പം കൂടുന്നുണ്ടോ എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. മറ്റു ജില്ലകളിലൊക്കെ ആണ് കൂടുതലെന്നൊക്കെ നമ്മൾ പറയുകയും നമ്മുടെ പോപ്പുലേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വളർച്ചാ നിരക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ കൂടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റു ജില്ലകളിലൊക്കെ ഇങ്ങനെ കൂടുതലാണെന്ന് പറയുകയും അപ്പോൾ അവർ അതിനെതിരെ പ്രതികരിക്കുകയും അങ്ങനെ ഒരുപാട് ചൈൽഡ് ലൈൻ തിരുവനന്തപുരത്തായി നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഈ ശൈശവവിവാഹത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈൽഡ് മാരേജ് പ്രിവെൻഷൻ ഓഫീസർ എന്ന് പറയുന്നത് കേരളത്തിലെ നിയമപ്രകാരം, കേരളത്തിലെ റൂള് പ്രകാരം CDPO ആണ്, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, ICDSന്റെ കീഴിലുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറാണ്. അവരെയാണ് നമ്മൾ ചൈൽഡ് മാരേജ് പ്രിവെൻഷൻ ഓഫീസറായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ചൈൽഡ് ലൈനിൽ ബന്ധപ്പെട്ടാലും കൂടുതൽ നിയമപ്രകാരം CMPO എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, ICDSന്റെ കീഴിലുള്ള. ഇതാണ് സംരക്ഷണാവകാശത്തില് ചൂഷണങ്ങൾക്കെതിരെയുള്ള സംരക്ഷണം. മൂന്നാമത്തെ തരത്തിലാണ് നമ്മൾ ഈ പീഡനങ്ങൾക്കെതിരെയുള്ള സംരക്ഷണം. നമുക്ക് പീഡനങ്ങൾക്കെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കാം സാർ. നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈനിൽ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ ഹലോ. നമസ്കാരം സാർ, സാമൂഹ്യ പാഠമാണ്. പേരെങ്ങനെയാണ് സാർ? എന്റെ പേര് തുളസീധരൻ. സാർ എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ് സാർ വിളിക്കുന്നത്? ഞാൻ മലപ്പുറത്ത് നിന്ന്. ഓക്കെ സാർ, ചോദിച്ചോളൂ. സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കേണ്ടത്? ചോദിച്ചോളൂ സാർ, ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. ഞാൻ സാറേ മലപ്പുറത്ത് നിന്നാ വിളിക്കണേ. മലപ്പുറത്തുനിന്ന് ഒരു നമ്മുടെ 18 വർഷം മുമ്പ് നമ്മുടെ കുട്ടി, സാർ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, ചോദിച്ചോളൂ. അപ്പൊ കുട്ടിയുടെ 18 വർഷം മുമ്പ് ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചപ്പം ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. അപ്പൊ ആ മരിച്ചതിന് ശേഷം അന്ന് ആ കുട്ടിക്ക് ഇൻഷുറൻസ് ആയിട്ട് 1 ലക്ഷം റുപ്യാണ് കിട്ടിയത്. 1 ലക്ഷം റുപ്യാണ് അന്ന് പാസ്സായിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞിപ്പം കല്യാണമൊക്കെ ആയിരിക്കുന്നുണ്ട്. അന്ന് മഞ്ചേരി വെച്ചൊരു കേസൊക്കെ ഉണ്ടായിരുന്നു. അതിന് 1 ലക്ഷം റുപ്യ അന്ന് ആ കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ കൊടുക്കുമെന്നാ പറഞ്ഞേ. അത് ഇപ്പൊ അത് ചെന്നപ്പോ ഇപ്പൊ അതിന്റെ ഒക്കെ പാസ്സായി ഞങ്ങൾക്ക് ചെന്നപ്പോഴേ ആ കുട്ടിക്ക് ഇപ്പൊ 2 ലക്ഷം റുപ്യാണ് ആകെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ സാറേ? ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്? ചൈൽഡ് ലൈനിൽ വന്ന കേസ് അല്ലല്ലോ? അല്ലല്ല, മറ്റേ ഇൻഷുറൻസിന്റെ മറ്റേ കുട്ടികളുടെ വന്ന് മരിച്ചുപോയതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ എന്റെ കയ്യിൽ ലഭ്യമല്ല. ചെയ്യാൻ പറ്റുന്നത്, മലപ്പുറത്ത് നമുക്ക് ചൈൽഡ് ലൈൻ്റെ ഓഫീസുണ്ട്. അപ്പം അവരുമായിട്ടൊന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കുക. 1098 വിളിച്ചിട്ട് ചൈൽഡ് ലൈൻ്റെ മലപ്പുറത്തിന്റെ നമ്പർ എടുത്തിട്ട് അവരുമായിട്ടൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുക കേട്ടോ. മനസ്സിലായോ സാർ? 1098 എന്ന നമ്പറിൽ വിളിച്ചിട്ട് മലപ്പുറത്തെ ചൈൽഡ് ലൈനിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഓക്കെ സാർ. പക്ഷേ സാറേ ഇത് ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടാൻ സാധ്യത വെച്ചാൽ ഇപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ, ടി വി ലൈവായിട്ട് കണ്ടോണ്ട് ഞാൻ ചോദിച്ചാണ്. അപ്പൊ ഇതാണോ അതിന്റെ സാധ്യത എന്ന് അറിയാനാണ്. കേസ് നമുക്ക് ലഭ്യമല്ലല്ലോ, എവിടെയാണ് വിശദ വിവരങ്ങൾ ലഭ്യമല്ലല്ലോ. നിങ്ങൾ എവിടെയാണ് കേസ് കൊടുത്തെന്നുള്ള വിവരങ്ങളൊന്നും ഇവിടെ? മഞ്ചേരിയിലാണ്. മഞ്ചേരി കോടതിയിലാണോ? കോടതിയിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെടുക, കേസിന്റെ ഡീറ്റെയിൽസ് അവരെടുത്ത് നോക്കട്ടെ, അപ്പൊ അറിയാൻ പറ്റും കേട്ടോ. മനസ്സിലായോ സാർ? നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോളൂ സാർ. 1098 ആ നമ്പറിൽ വിളിച്ചാൽ മതിയാവും. ഓക്കെ സാർ. അതെ, 1098. ഓക്കെ സാർ, വിളിച്ചത് തന്നെ വളരെയധികം നന്ദി സാർ. നാം സംസാരിച്ചുകൊണ്ടിരുന്നത് പീഡനത്തിൽ നിന്ന് സുരക്ഷ നൽകുന്ന നിയമത്തെ കുറിച്ചാണ്. ഒന്ന് വിശദമാക്കാം. ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ പ്രധാനമായിട്ടും ഇത് ബാലനീതി നിയമപ്രകാരമാണ്. കുട്ടിക്ക് അടിക്കുക, പൊള്ളലേൽപ്പിക്കുക, ക്രൂരമായിട്ട് മർദ്ദിക്കുക, പല കേസുകൾ നമ്മൾ ഈ ഇടയ്ക്ക് പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാകും. വീഡിയോ മാധ്യമങ്ങളിലൂടെ എല്ലാം ഒരുപാട് കേസുകൾ നമ്മൾ കാണും. അപ്പം കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ. രണ്ടാമത് വൈകാരികമായിട്ടുള്ള പീഡനം. കുട്ടിയെ ഒറ്റപ്പെടുത്തുക, വെറുതെ വിമർശിക്കുക, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുക. അപ്പം ഒരുപക്ഷെ സെക്ഷൽ ഇന്റന്റോട് കൂടി തന്നെ കളിയാക്കുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടിയെ വൈകാരികമായിട്ട് പീഡനങ്ങളിൽ നിന്ന്. മൂന്നാമത്തെ തരത്തിലുള്ള അബ്യൂസാണ് സെക്ഷൽ അബ്യൂസ്. ഈ ലൈംഗികപരമായിട്ടുള്ള ഉപദ്രവം നമ്മൾ നേരത്തെ പറഞ്ഞു, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി ഒരു മുതിർന്ന വ്യക്തി കുട്ടിയെ ഉപദ്രവിക്കുന്നു. ഇപ്പൊ നമുക്ക് 2012 ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്.
എനിക്ക് സംശയമുണ്ട് എത്ര പേർക്ക് ഈ നിയമത്തെക്കുറിച്ച് അറിയാം. ഒരുപക്ഷെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ ചില മിക്കവാറും അഡ്വക്കേറ്റ്സിനും ഒക്കെ ആയിരിക്കാം ഈ നിയമങ്ങളെക്കുറിച്ച് കുറെയെങ്കിലും ബോധ്യമുള്ളത്. എന്നാൽ പബ്ലിക് ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ 12 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി എല്ലാ നിയമങ്ങളെക്കുറിച്ചും അറിയേണ്ടവരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് പോക്സോ ആക്ട്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് 2012. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമം 2012. ഒരു കുട്ടിക്ക് ഒരു സെക്ഷൽ അബ്യൂസിന് ഇരയായി, അത് ഇപ്പം നമുക്ക് പറയാവുന്നത് ലൈംഗിക ചുവയുള്ള ചേഷ്ടകൾ കാണിച്ചാൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള വാക്കുകൾ ഉച്ചരിച്ചാൽ, അപ്പൊ ഇതൊക്കെ ഒരു 3 വർഷത്തിന് താഴേക്ക് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അത് നിയമം തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇനി കുട്ടിയെ ടച്ച് ചെയ്തുകൊണ്ട്, കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് കുട്ടിയെ അബ്യൂസ് ചെയ്യുക, നമ്മളതിന് സെക്ഷൽ അസോൾട്ട് ലൈംഗിക അതിക്രമം എന്നാ പറയുക. ഇനി അല്ലെങ്കിൽ കുട്ടിയെ ഈ പെനട്രേഷനിലൂടെ അല്ലെങ്കിൽ ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള അതിക്രമം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ചെയ്യുന്ന വ്യക്തി ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ കടന്നുകയറ്റത്തിലുള്ള ലൈംഗിക അതിക്രമമോ ചെയ്യുന്ന വ്യക്തി കുട്ടിക്ക് ശ്രദ്ധയും സംരക്ഷണവും കൊടുക്കേണ്ട വ്യക്തിയിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ സെയിം നിയമത്തെ അല്ലെങ്കിൽ സെയിം വകുപ്പ് അടുത്ത വകുപ്പിലേക്ക് മാറ്റാം. അതായത് ഗൗരവതരമായ ലൈംഗിക അതിക്രമമായിട്ട് മാറ്റാം. അപ്പൊ ആരൊക്കെയാണ് ഈ ശ്രദ്ധയും സംരക്ഷണം കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ വിചാരിക്കും അച്ഛനും അമ്മയോ. അല്ല, അച്ഛനും അമ്മയും മാത്രമല്ല, കുട്ടികളെ രക്ഷകർത്താക്കള്, പോലീസ് ഒഫീഷ്യൽസ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ടീച്ചേഴ്സ്, മതപരമായ കാര്യങ്ങളിൽ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ, എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, ഞങ്ങളെ പോലുള്ളവർ, ഇവരൊക്കെ തന്നെ കുട്ടിക്ക് ശ്രദ്ധയും സംരക്ഷണം കൊടുക്കണം. അപ്പൊ കുട്ടിയുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ കുട്ടികളെ സംരക്ഷിക്കണമെന്ന് പൊതുവായിട്ട് അല്ലെങ്കിൽ പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവരാണ്. അവരിൽ ആരെങ്കിലുമാണ് കുട്ടിയെ ഇപ്പം മാതാപിതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് റിലേറ്റീവ്സ് ഉൾപ്പെടെ ഉപദ്രവിക്കുന്നതെങ്കിൽ ഈ 7 വർഷം കിട്ടാവുന്ന ശിക്ഷയെ നമുക്ക് 10 വർഷമാക്കി മാറ്റാനായിട്ടുള്ള നിയമം ഈ നിയമം തന്നെ പറയുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു കുട്ടിക്ക് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് അറിയുകയും പരാതി കിട്ടുകയും അത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോക്കൽ പോലീസ് യൂണിറ്റിലോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അറിയിക്കാതിരിക്കുകയും ചെയ്താൽ 6 മാസം വരെ ആകാവുന്ന ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഈ വ്യക്തി. അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അറിഞ്ഞിട്ട് പരാതി നമുക്ക് തന്നു അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പരാതി തന്നു, നമ്മളത് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്തിച്ചില്ല എങ്കിൽ അത് കിട്ടാവുന്ന അല്ലെങ്കിൽ 6 മാസം വരെ ആകാവുന്ന ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്, തടവ് ശിക്ഷ കിട്ടും. ഇത് പലർക്കും അറിയില്ല. അങ്ങനെ വരുമ്പോ പക്ഷെ ഇത് അറിഞ്ഞു തുടങ്ങിയപ്പോ ഇതിന്റെ റിപ്പോർട്ടിങ് കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ കേരളത്തില് ഒരുപക്ഷെ എനിക്കൊന്ന് കേരളത്തിൽ സെക്ഷൽ അബ്യൂസിന്റെ റിപ്പോർട്ട് കൂടുതലാകാനും കാരണം ചൈൽഡ് ലൈൻ പോലെയുള്ള അല്ലെങ്കിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് പോലെയുള്ള അവരുടെ അവബോധ ക്ലാസ്സുകളാണ് കൂടുതലും, അല്ലെങ്കിൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, നിർബന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്ന് അറിയുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കുട്ടിക്ക് ഒരു സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ട കുട്ടിക്ക് ഒരു വൈദ്യപരിശോധന ആവശ്യമാണ്. അപ്പം ഈ വൈദ്യപരിശോധന നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ പറയും കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനാണ്. എന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി സുരക്ഷിതയാണോ സുരക്ഷിതനാണോ. കുട്ടിക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള, ഇപ്പം HIV പോലുള്ള രോഗങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത. ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ കൂടിയാണ് ഈ വൈദ്യപരിശോധന നമ്മൾ നടത്തുക. അപ്പൊ ഇങ്ങനെയുള്ള വൈദ്യപരിശോധന, ഒരു പെൺകുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായപ്പെട്ടു, ആ കുട്ടിക്ക് വൈദ്യപരിശോധന നടത്തേണ്ടത് ഒരു വനിതാ മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം. അത് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം ഈ വൈദ്യപരിശോധന നടത്തുന്ന സമയത്ത് ആ വൈദ്യപരിശോധനയ്ക്ക് കുട്ടിയോടൊപ്പം കുട്ടിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ, ഒരു ലേഡിയെ കൂടി നിർത്താനുള്ള അനുവാദം, ഈവൻ ലേബർ റൂമിലാണെങ്കിൽ പോലും ചെയ്യാമെന്നാ പറയാം. കുട്ടിയെ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ കൂടി നിർത്താനുള്ള അനുവാദമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലൈംഗികപരമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടുള്ള നിയമത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഷോ വൈൻഡപ്പിലോട്ട് കിടക്കുകയാണ്. സാറ് സംസാരിച്ചപ്പോൾ ബാലവേലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ബാലവേല നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ബാലവേല എന്ന് പറയുന്നത് ഒരു കോമൺ കാഴ്ചയാണ്, ഒരു സർവ്വജനീയമായ ഒരു കാഴ്ചയായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാലവേലയെ നമുക്ക് എത്തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും സാർ? തീർച്ചയായും നമ്മൾ ഏതൊരു കുട്ടിക്കെതിരെയുള്ള ഏതൊരു അതിക്രമവും, ബാലവേലയായാലും ഏതൊരു ചൂഷണമായാലും പ്രതിരോധിക്കാൻ സാധിക്കുക നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു ഇടപെടൽ മൂലമാണ്. ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ 108 എന്ന നമ്പറിൽ
ഒരു പക്ഷേ 1098 റീച്ചബിൾ അല്ലെങ്കിൽ 100 പോലീസിന്റെ നമ്പറിൽ വിളിച്ചിട്ട് നമുക്കിങ്ങനെ ചൈൽഡ് ലൈൻ ഒരു കുട്ടി ബാലവേല ചെയ്യുന്നു, ഒരു 12 വയസ്സുള്ള കുട്ടി ഇന്ന സ്ഥലത്ത് ഹോട്ടലിൽ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുകയാണ്, അങ്ങനെ പറഞ്ഞ് അത് വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 14 സ്റ്റാഫാണ് നമുക്കുള്ളത്. ഈ 13 സ്റ്റാഫ് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പരിശോധന നടത്താനും കൂടിയുള്ള സ്ട്രെങ്ത് നമുക്ക് കുറവാണ്. അപ്പൊ അത് നാച്ചുറലായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോലീസിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിന്റെ സഹായത്തോടു കൂടിയോ നമുക്ക് ഈ ബാലവേല നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബാലവേല നേരത്തെയൊക്കെ നമുക്ക് ഒരുപാട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പൊ ബാലവേല റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. മിക്കവാറും കുട്ടികൾ സ്കൂളിൽ എത്തുന്നുണ്ട്. ഡ്രോപ്പ് ഔട്ട് ആയിട്ട് തന്നെ വരുന്ന കുട്ടികളാണെങ്കിലും ചൈൽഡ് ലൈനിന്റെ തന്നെ നേതൃത്വത്തിൽ നമ്മൾ കൗൺസിലിംഗിലൂടെയും ജില്ലാ സംരക്ഷണ യൂണിറ്റിന്റെ ഇടപെടലോട് കൂടിയൊക്കെ തന്നെ നമുക്ക് കുട്ടികളെ തിരിച്ച് സ്കൂളുകളിൽ എത്തിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാലവേല എന്ന് പറയുന്നത് കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ചൈൽഡ് ലൈനിന്റെ ഇടപെടൽ മൂലം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ്, ഒപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ബാലാവകാശ കമ്മീഷൻ, ഇവരുടെ എല്ലാം ഇടപെടലുകൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു പരിധിവരെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാലാവകാശങ്ങളെക്കുറിച്ച്, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്കായി വളരെ വിശദമായി സംസാരിച്ച അങ്ങേക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.